എൻ്റെ ശേഖരേട്ടന് ലിവറിന് പ്രോബ്ലമാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് പോലെയാണ്. ആളുടെ കണ്ടീഷനൊക്കെ മോശമായി. പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. ഒന്നുമില്ല കയ്യിൽ. നിങ്ങളുടെ എല്ലാവരും സഹായം കൊണ്ടുവന്ന് ഈ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തി തരണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല. എങ്ങനെ അത് പറയണമെന്ന് അറിയില്ല. എല്ലാം കൈവിട്ടു പോയി. സഹായിക്കണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല. 30 ലക്ഷം രൂപ വേണമെന്നാ പറയുന്നത്. ഒരു പൈസ കയ്യിലില്ല. വീടും എല്ലാം കയ്യിലുള്ള എല്ലാതും ഉപയോഗിച്ചു. നാട്ടുകാരുടെ കുടുംബക്കാരുടെ സഹായം കൊണ്ടൊക്കെ ഇതുവരെ എത്തി. ഇനിയിപ്പോൾ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയണില്ല. എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 30 ലക്ഷം രൂപയുടെ ചിലവ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. നിങ്ങൾ ഓരോരുത്തർ സഹായിച്ച് ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ എനിക്ക് ആരുമില്ല. അപേക്ഷിക്കാൻ എല്ലാവരുടെ മുന്നിൽ. ആൾക്ക് ബ്ലീഡിങ് ഒക്കെ തുടങ്ങി. ആൾ വായിൽ കൂടി മൂക്ക് കൂടിയൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണേ. ഒരപേക്ഷ. വേറൊരു മാർഗമില്ല. മറ്റാരുമില്ല. സഹായിക്കണേ. എല്ലാവർക്കും നമസ്കാരം. അസ്സാം വലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കല്ലമ്പറമ്പിൽ താമസിക്കുന്ന പഴയടത്ത് ചന്ദ്രശേഖരേട്ടന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ചന്ദ്രശേഖരേട്ടന് ലിവർ പ്രോബ്ലമാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ചന്ദ്രശേഖരേട്ടൻ ഇരിക്കുന്ന വീട് ജപ്തിയിലാണ്. ഭാര്യയും ആളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഇപ്പം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജായ കാരണം കൊണ്ടാണ് ഈ നാട്ടിലുള്ള ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഞങ്ങളെല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങളും ഇതിനായിട്ടൊരു ചികിത്സാ സഹായ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രശേഖരേൻ്റേതായിട്ടുള്ള ഗൂഗിൾ പേയുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിലും കൈ നീട്ടുകയാണ്. ഈ കുടുംബത്തിന് നമ്മളല്ലാതെ വേറെ ആരുമില്ല. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ അത്രയും സജീവമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തൊക്കെ തരത്തിലാണെങ്കിലും, ഷെയർ കൊണ്ടാണെങ്കിലും, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തൊക്കെ രീതിക്കുള്ള സഹായങ്ങളാണെങ്കിലും ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് PK മുരളീധരൻ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എൻ്റെ സുഹൃത്തും പൊതുപ്രവർത്തകനുമായിട്ടുള്ള പഴയടത്ത് ചന്ദ്രശേഖരൻ ലിവർ മാറ്റിവെക്കേണ്ട വലിയ ഒരു സ്ഥിതിവിശേഷത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ നല്ലവരായ എല്ലാ ആളുകളുടെയും സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്ന് ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള വികസന കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലുമൊക്കെ സജീവമായി നിന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 47 വയസ്സ് മാത്രം പ്രായമാണ്. അദ്ദേഹവും ഭാര്യയും മാത്രമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ഉള്ള നോട്ടീസ് കിട്ടിയ സാഹചര്യമാണ്. ഇതുവരെ പിടിച്ചു നിൽക്കാൻ അവരുടെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യവും നാട്ടുകാരുടെ കൂട്ടുകാരുടെയും ഒക്കെ സഹായങ്ങളും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് 30 ലക്ഷത്തിലധികം സംഖ്യ വരും എന്ന് കേട്ടപ്പോൾ നമ്മളവരായ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കണം. ഈ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ ഞങ്ങളിൽ ഒരുവനായിരുന്നു. ഞങ്ങളുടെയൊക്കെ കൂടെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ചന്ദ്രശേഖരൻ അതിപ്പോൾ ഏതൊരു കാര്യത്തിനായാലും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നിട്ടുള്ളത്. ഏകദേശം വലിയൊരു സംഖ്യയാണ് ചിലവിലേക്ക് വരുന്ന ആശുപത്രിയിൽ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ നല്ല മനസ്സുകളും എല്ലാവരും നല്ല ജനങ്ങളും എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കണം. ഞാൻ 4-ാം വാർഡ് മെമ്പർ അസീസ്. എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും നല്ലപോലെ ഇടപെടൽ നടത്തിയിരുന്ന നമ്മുടെ ചന്ദ്രശേഖരൻ ഇന്നൊരു വലിയ ഗതികേടിലാണെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം
ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖത്തിൽപ്പെട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി അദ്ദേഹം ചികിത്സയിലാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും നല്ലപോലെ അദ്ദേഹത്തെ സഹായിക്കണം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന, ഇപ്പോഴും ഈ നിമിഷം വരെ ഈ നാട്ടിലെ എല്ലാ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ ഇന്ന് വളരെ അധികം കഷ്ടതയിലാണ്. അദ്ദേഹത്തിൻ്റെ ലിവർ മാറ്റിവെച്ച് തീരൂ എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നെല്ലാം അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചന്ദ്രശേഖരൻ നാട്ടിലെ എന്ത് കാര്യത്തിനും എപ്പോഴും മുന്നിലുള്ള ഒരാളാണ്. ഒരു ആശുപത്രി കേസായാലും ഒരു വീട്ടിലെ കല്യാണങ്ങളായാലും അതുപോലെ മരണമായാലും എല്ലാത്തിനും ഓൾ ഇൻ ഓളായിട്ട് ചന്ദ്രശേഖരൻ എന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ പൊതു കാര്യങ്ങളിലൊക്കെ അത്രയും നന്നായിട്ട് ഇടപെട്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ അറിയുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെറിയൊരു തുകയെങ്കിലും നൽകിയിട്ട് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.